Hello everybody, welcome back to the channel, welcome back to another video. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ബൈക്കിൻ്റെ ഒരു ലോങ് ടേം ഓണർഷിപ്പ് റിവ്യൂ ആണ്. ദിസ് ഈസ് ഹോണ്ട ഷൈൻ 100. ഒരു 1 year ബാക്ക് ലോഞ്ച് ചെയ്ത ബൈക്കാണ്. ഒരു 2023 ലോഞ്ച് ചെയ്ത ബൈക്കാണ്. പക്ഷെ ഞാനിത് മേടിച്ചിട്ടൊരു 6-7 months ആയി. ആൻഡ് ഐ ഹാവ് കവേർഡ് മോർ ദാൻ 3000 kilometers, 3400 ഏതാണ്ട് കവർ ചെയ്തു ഞാൻ. അപ്പോൾ ആക്ച്വലി എനിക്കൊരു വേറൊരു ബൈക്കുണ്ട്, ഒരു ഡോമിനോർ 400 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈമറി ബൈക്കാണ്. അപ്പോൾ ഒരു സെക്കൻഡറി ബൈക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ബൈക്ക് മേടിച്ചത്. ആൻഡ് ഇത്രയും കിലോമീറ്റേഴ്സ് ഓടിച്ചു, ഇത്രയും മാസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോനെ കാണാം. ഈ ഒരു ബൈക്കിൻ്റെ റിവ്യൂ ഇപ്പം ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസും ഇതിൻ്റെ മൈലേജും തന്നെയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് 86,000 rupees ആയിരുന്നു. ഞാൻ മേടിച്ച സമയത്ത് 84,000 ആയിരുന്നു ഓൺ റോഡ് ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് തമിഴ്നാട്ടിലെ ഓൺ റോഡ് പ്രൈസ് കേട്ടോ. കേരളത്തിൽ മേ ബി ഒരു 1,000-2,000 കൂടുതലുണ്ടായിരിക്കാം. ഇവിടെ ടാക്സ് കുറവാണ്. സോ ഞാൻ മേടിച്ചപ്പോൾ 84,000 ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 86,000 ആണ്. ആൻഡ് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷനായിട്ട് തോന്നിയത്. കാരണം എനിക്ക് ഈ ഒരു ബൈക്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 75+ മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 80 to 75 ഇടയിലാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്. ഞാനൊരു ബൈക്ക് മേടിച്ച സമയത്ത് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് 85 ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ 85 ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ 75 to 80 എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ബൈക്കിൽ. സോ എന്തുകൊണ്ടും ഒരു സെക്കൻഡറി ബൈക്ക് നോക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് ഡെയിലി ഡ്രൈവിന് വേണ്ടിയിട്ട് ഒരു ബൈക്ക് നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. കാരണം ഒരു കമ്മ്യൂട്ടർ ബൈക്ക് മേടിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ റിലയബിലിറ്റി, സർവീസ്, മെയിൻ്റനൻസും ആയിരിക്കും. ഇത് മൂന്നിലും ആക്ച്വലി ഈ ഒരു ബൈക്ക് ടോപ്പാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് ഈ ഒരു ബൈക്കാണ് ബെസ്റ്റായിട്ട് തോന്നിയത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്പ്ലെൻഡറും TVSൻ്റെ സ്പോർട്ടുമാണ്. ആക്ച്വലി ആ രണ്ട് ബൈക്കും ഒരുപാട് കാലമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളതാണ്. സ്പ്ലെൻഡർ എന്ന് പറയുന്നത് ഡിക്കേറ്റ്സ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ബൈക്കാണ്. സ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് കുറേ നാളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ബൈക്കാണ്. പക്ഷെ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കിത് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു, ഇതിൻ്റെ എൻജിൻ കാരണം. ആ ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ആക്ച്വലി ഫീച്ചേഴ്സ് വളരെ കുറവാണ്. ഹോണ്ട ഭയങ്കര ചീപ്പായിട്ടാണ് ഈ ഒരു ബൈക്ക് ഇറക്കിയത്. ഒരുപാട് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടയേഴ്സ് എന്ന് പറയുന്നത് ട്യൂബ്ഡ് ടയറാണ്. ഈവൻ ദോ ഇതിന് അലോയ് വീലാണെങ്കിൽ പോലും ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ട്യൂബ്ഡ് ടയറാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റ് രണ്ട് ബൈക്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹീറോയിലാണെങ്കിൽ നമുക്ക് i3s ടെക്നോളജി വരുന്നുണ്ട്. TVSലാണെങ്കിൽ നമുക്ക് മീറ്റർ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. നമുക്ക് പാസ് സ്വിച്ച് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ആ രണ്ട് ബൈക്കിലും ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ ഒരു ബൈക്ക് മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒരു കമ്മ്യൂട്ടർ ഒരാൾ മേടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലുക്സോ കാര്യങ്ങളോ ഒന്നുമല്ല, റിലയബിലിറ്റി, സർവീസ് ആൻഡ് കംഫർട്ട്, ഇത് മൂന്നുമാണ്. മൈലേജ് ഞാൻ പറഞ്ഞു എനിക്കൊരു 75+ ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. സീരിയസ്ലി ഐ എം നോട്ട് കിഡിങ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. 75+ ആണ് എനിക്ക് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ മൈലേജ് കിട്ടുന്നത്. ആൻഡ് കംഫർട്ട് പറയുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ സീറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ സീറ്റാണ് ഇതിനുള്ളത്. ഭയങ്കര വലുതാണ്. 3 പേർക്ക് ഇരുന്ന് പോകാം. ആക്ച്വലി 3 പേർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ഇരുന്ന് പോകാൻ പറ്റും. അത്യാവശ്യം നോർമൽ സൈസുള്ള 3 ആൾക്കാർക്ക് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ ഇരുന്ന് പോകാൻ പറ്റും. അത്രയ്ക്കും വലിയ സീറ്റാണ്. നല്ല സീറ്റ് റൂമുണ്ട്. ആൻഡ് മോർ ഓവർ ഇതിൻ്റെ ടയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 17 inch ടയേഴ്സാണ് വരുന്നത്. സോ സ്പ്ലെൻഡറിന് 18 inch ആണ് വരുന്നത്. സോ കുറച്ചുകൂടെ റൈഡ് ബെറ്റർ ആയിരിക്കും. ആൻഡ് സസ്പെൻഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര സിമ്പിളായിട്ടാണ് ആക്ച്വലി ഈ ഒരു ബൈക്ക് ഓരോ പോർട്ട് ഹോൾസും എടുക്കുന്നത്. എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത് വിത്ത് CBS, അതായത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് ഹോണ്ട പറയുന്നത്. അതായത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം സിംപ്ലി പറയുവാണെങ്കിൽ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു % ഓഫ് ബ്രേക്ക് അപ്ലൈ ആവും. അതാണ് ആ സംഭവം എന്ന് പറയുന്നത്. ബ്രേക്കും അടിപൊളിയാണ് ഈ ഒരു ബൈക്കിൽ. എനിക്ക് സ്പ്ലെൻഡറിനെക്കാളും കുറച്ചുകൂടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി തോന്നിയത് ഈ ഒരു ബൈക്കിലാണ്. ആൻഡ് ഞാൻ പറഞ്ഞു ഈ ഒരു ബൈക്ക് ഞാൻ മേടിക്കാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. 98cc ആണ്, 2 valve ആണ്, എയർ കൂൾഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്, ഒബ്വിയസ്ലി BS6 ആണ്. ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്ട് 7.2 bhpയും ഏതാണ്ട് 8.3 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വളരെ കുഞ്ഞ് എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് ഭയങ്കര റിഫൈൻഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അറിയത്തുപോലുമില്ല നമ്മൾ ഈ ഒരു എഞ്ചിൻ അവിടെ കിടന്ന് ഓടുന്ന കാര്യം. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. ദിസ് ഈസ് എ ലോങ് സ്ട്രോക്ക് എഞ്ചിൻ. കാണുമ്പോൾ നിങ്ങൾക്ക് അധികം തോന്നത്തില്ലെങ്കിലും ശരിക്കും ഇത് ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതായത് ഇതിൻ്റെ സ്ട്രോക്ക് ബോറിനെക്കാട്ടിലും വലുതാണ്. സോ ദാറ്റ് അങ്ങനത്തെ എഞ്ചിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് ലോ വണ്ടിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളെ എൻഫീൽഡിനെല്ലാം വരുന്നത് ആക്ച്വലി ലോങ് സ്ട്രോക്ക് എഞ്ചിൻസ് ആണ്. സോ ദേ ആർ വെരി ഗുഡ് അറ്റ് പ്രൊഡ്യൂസിങ് ലോ ടോർക്ക്. അപ്പോൾ ഈ ഒരു ബൈക്കിന് ഞാൻ പറഞ്ഞു നമുക്ക് 8 Nm ടോർക്ക് വരുന്നുണ്ടെങ്കിലും നമ്മളൊരു പില്ലിയനെ വെച്ച് വണ്ടി
ലൈക്ക് ഇങ്ങനെ പുള്ളി ചെയ്തെടുക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി കയറി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ആ ഒരു 8 Nm ഓഫ് ടോർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് ലോവർ RPM നമുക്ക് കിട്ടുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പുള്ളൊന്നുമല്ല, എന്നാലും ഈ ഒരു ബൈക്കിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ലാഗൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു ബൈക്ക് കയറിപ്പോവും. അതാണ് ഈ ബൈക്കിൽ എന്നെ ആകർഷിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ്, നമുക്ക് ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആക്ച്വലി 99 കിലോസ് മാത്രമാണ് ഈ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് വരുന്നത്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ബൈക്കാണിത്. ജസ്റ്റ് 99 കിലോസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു RX100 ഉണ്ട്. അത് ഓടിക്കുന്ന ഒരു ഫീലാണ് ആക്ച്വലി എനിക്ക് ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ എഞ്ചിൻ പെർഫോമൻസിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്, മൊത്തത്തിൽ വണ്ടിയുടെ റൈഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു കളിപ്പാട്ടം ഓടിച്ചുകൊണ്ട് കിടക്കുന്ന ഫീലാണ് ആക്ച്വലി ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത്. മൊത്തത്തിൽ വണ്ടി ഭയങ്കര ലൈറ്റാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഒരു എഞ്ചിനും ഒരു ചാസിയും മാത്രമേ ഉള്ളൂ ഇതിൽ. വേറെ ഫീച്ചേഴ്സായിട്ട് പറയാനാണെങ്കിലും ഒന്നുമില്ല. മൊത്തത്തിൽ ഭയങ്കര സിമ്പിളാണ്, ഒരു നോൺസെൻസ് കമ്പ്യൂട്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു ബൈക്കിനെ. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോണ്ടയുടെ തന്നെ പേറ്റന്റ് ടെക്നോളജിയായ ESP, അതായത് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആക്ച്വലി ഈ ഒരു ബൈക്കിലുണ്ട്. അതായത് BS4 അത് അതിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്ന HET എന്നായിരുന്നു, അത് BS6 ആയപ്പോഴത്തേനും ESP ആയി. സോ ESP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എഞ്ചിനകത്തുള്ള കംപ്രഷൻ്റെ എഫിഷ്യൻസി കൂടുതൽ കൂട്ടുക, എഞ്ചിനകത്തുള്ള ഫ്രിക്ഷൻസ് കുറയ്ക്കുക, എഞ്ചിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുക, സിംപ്ലി അത്രയേ ഉള്ളൂ. സോ ദാറ്റ് കൂടുതൽ പവർ കിട്ടും, എമിഷൻസ് കുറവായിരിക്കും, ഭയങ്കര റിഫൈൻഡ് ആയിരിക്കും എഞ്ചിൻ. സോ ESP വരുന്ന ഒരു എഞ്ചിൻ കൂടെയാണിത്. ആൻഡ് ബൈക്ക് നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ അത്യാവശ്യം മസിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എടുത്ത് മാറ്റി വെക്കാം. അത്രയും ലൈറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്, ഭയങ്കര ഷോർട്ടാണ്. പിന്നെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 768 mm എന്തോ ആണ്, ഭയങ്കര സീറ്റ് ഹൈറ്റ് പറഞ്ഞ ബൈക്കാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാലത്തുനിന്ന് പോലത്തെ ഒരു സീറ്റ് ആയിട്ടുള്ള ബൈക്കാണ്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഐ തിങ്ക് 170 mm ആണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഈവൻ ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസിന് ബാധിക്കുന്നില്ല. സസ്പെൻഷൻ സോഫ്റ്റ് ആണെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് പോകാൻ പറ്റും, അത്യാവശ്യം മോശം റോഡിൽ കൂടെയൊക്കെ. ആൻഡ് സീറ്റ്, ഞാൻ സീറ്റിൽ ഇരുന്നിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ, ഏതാണ്ട് 6 ഫീറ്റിൻ്റെ മുകളിൽ എനിക്ക് ഹൈറ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി കാല് രണ്ടും മടക്കി വെക്കാൻ പറ്റും. എന്നാലും എനിക്ക് ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഒരു ക്രാംഡ് ഫീൽ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുട് പെക്കിൻ്റെ പൊസിഷൻ ആക്ച്വലി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാണ്. എനിക്ക് കാല് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഒരു ബൈക്കിൽ ഇരിക്കാൻ പറ്റും. സോ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കും വലിയ കുഴപ്പമില്ലാണ്ട് ഈ ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആൻഡ് മീറ്ററൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ബേസിക്കാണ്. സ്പീഡോ മീറ്റർ കാണാം, ഓഡോമീറ്റർ കാണാം, ഫ്യൂൽ ഗേജ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എഞ്ചിൻ വാർണിംഗ്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ സ്വിച്ചസും ഭയങ്കര ബേസിക്കാണ്. ഒരു സ്റ്റാർട്ടർ സ്വിച്ച് കാണാൻ പറ്റും, ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ പാസ് സ്വിച്ച്, ഇത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ വണ്ടിയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. ഒരു എഞ്ചിനും പിന്നെ ഒരു ചാസിയും വെച്ചിട്ടുള്ളൊരു ബൈക്ക്. മൈലേജിനും എഫിഷ്യൻസിക്കും വേണ്ടിയിട്ട് ഹോണ്ട ഇറക്കിയിട്ടുള്ളൊരു ബൈക്കാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏതാണ്ട് ഒരു 86,000 റുപ്പീസാണ്. സോ ആ ഒരു പ്രൈസിന് ആക്ച്വലി ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ബിക്കോസ് ഓഫ് ദിസ് എഞ്ചിൻ, ഞാൻ പറഞ്ഞൊരു ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിനാണ്, ഭയങ്കര റിഫൈൻഡ് ആണ്, ഭയങ്കര റിലയബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം ഈ ഒരു ബൈക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും, ഈ ബൈക്ക് അതെല്ലാം ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഇതിൻ്റെ ക്ലച്ചൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ലിറ്ററലി എനിക്ക് എൻ്റെ പിങ്കി ഫിംഗർ കൊണ്ട് ആക്ച്വലി ഇതിനെ പുള്ള് ചെയ്യാൻ പറ്റും. ആൻഡ് ഗിയേഴ്സ് 4 സ്പീഡാണ്, ഭയങ്കര സോഫ്റ്റാണ് യൂസ് ചെയ്യാൻ. ഈ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സ് കോംബോ ഭയങ്കര രസമാട്ടോ സിറ്റിയിൽ ഓടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് വേറെ എന്താ പറയാനുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് വണ്ടി മേടിച്ചിട്ട് ഏതാണ്ട് 6 months ആവുന്നതിന് മുന്നേ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് റസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ പോർഷൻ കണ്ടോ നിങ്ങൾ, അവിടെ റസ്റ്റ് ഉണ്ട്. ഈ ചാസിയുടെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ മൊത്തത്തിൽ ഒരു ഹാലജൻ സെറ്റപ്പാണ്. ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലൈറ്റ്, ഹെഡ് ലൈറ്റ് എല്ലാം ഹാലജനാണ്. LED സെറ്റപ്പ് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ആക്സിലേറ്ററിൽ ആക്ച്വലി നമുക്ക് 2 കേബിൾ കാണാൻ പറ്റും. ഡുവൽ കേബിൾ സെറ്റപ്പാണ്. അതായത് ഒരു കേബിൾ യൂസ് ചെയ്ത് ത്രോട്ടിൽ ബോഡി ഓപ്പൺ ചെയ്യും, മറ്റേ കേബിൾ യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കേബിളും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി വരുന്നത്. ആൻഡ് ഒരു ഹോണ്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഹാപ്പിനെസ് തരില്ലേ, ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബൈക്ക്, യാതൊരു രീതിയിലുള്ള വൈബ്രേഷൻസും ഇല്ല. ഞാൻ ഇത്തിരി റൈസ് ചെയ്ത് പിടിച്ചാൽ പോലും ഒരു കുഴപ്പമില്ല. ഭയങ്കര കൂളായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യും. അതൊക്കെ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചൊന്ന് മാറാം, നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് ബാക്കി സംസാരിക്കാം. മിറേഴ്സിൻ്റെ വിസിബിലിറ്റിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ മിററിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല രീതിയിലുള്ള കവറേജ് നമുക്ക് കിട്ടും 2 സൈഡിലും. വേറെ കുറേ ബൈക്സിനും ആക്ച്വലി ഞാൻ ഇതിൻ്റെയൊക്കെ മിറർ വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, എസ്പെഷ്യലി ഹിമാലയനിൽ. ഓക്കെ, ലെറ്റ്സ് മൂവ്. സോ അത്യാവശ്യം 60 ഒക്കെയാണ് ഇതിൻ്റെ ഒരു ക്രൂസ് സ്പീഡ് എന്ന് പറയുന്നത്. ഏതാണ്ട് 60ൽ നമുക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോഴത്തെ ഹൈവേസിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 to 70 ആണ് ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡായിട്ട് ഞാൻ കാണുന്നത്, കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട്.
ഞാൻ പറഞ്ഞു ഇതൊരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. സോ ഇതേപോലത്തെ ഹൈവേസിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ക്രോസ് വിൻസ് തൂക്കിക്കൊണ്ടൊക്കെ പോകും ബൈക്കിനെ. ഇത് മോസ്റ്റ്ലി സിറ്റിയിൽ ഓടിക്കാനുള്ള ബൈക്കാണ്. ഞാനും അതിന് തന്നെയാണ് ഈ ഒരു ബൈക്ക് മേടിച്ചത്. സിറ്റിയിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഭയങ്കര കൂളായിട്ട് ഒരു ടോയ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന പോലെ, ഒരു ചെയറിലിരുന്നൊരു ബൈക്ക് ഓടിക്കുന്ന പോലെ നമുക്ക് ആക്ച്വലി ഈ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്രയും കംഫർട്ടബിളാണ്. ജസ്റ്റ് ഒരു ടാങ്ക് അവിടെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. യൂട്ടിലിറ്റി ആണ് നിങ്ങളുടെ കൺസേൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കേണ്ട ഒരു ബൈക്കാണിത്. യൂട്ടിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മൈലേജ്, സർവീസിനെ കുറിച്ച് പറയണം. ഏതാണ്ട് 4500 ആണ് ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ വരുന്നത്. ആൻഡ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 500 to 600 റുപ്പീസിനകത്തേ നിങ്ങൾക്ക് ആകത്തുള്ളൂ. ആൻഡ് സ്പെയർ പാർട്സിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, ഭയങ്കര ചീപ്പാണ്. ആർക്ക് വേണോ എവിടെ വേണോ കൊണ്ടുപോയി സർവീസ് ചെയ്യാവുന്നൊരു ബൈക്കാണ്. പിന്നെ ഹോണ്ടയുടെ സർവീസ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. സോ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഹീറോയെ പോലെ തന്നെ നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉള്ളൊരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ടോർക്കിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ 4th ഗിയറിലാണുള്ളത്. ഞാനിപ്പോൾ 40 വന്നു, യാതൊരു പ്രശ്നമില്ല, എഞ്ചിനിൽ നോക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെയും താഴെ ആക്ച്വലി 4th ഗിയറിൽ ഈ ഒരു ബൈക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് ഇനിയും സ്പീഡ് കുറയ്ക്കാം. ബാക്കിൽ വണ്ടിയൊന്നും വരുന്നില്ല. ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 35 പോകുന്നത്. യാതൊരു പ്രശ്നമില്ല, എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആ ടോർക്ക് നമുക്ക് ആ എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് ഓവറോൾ നമുക്ക് ആ ഒരു ടോർക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് ഗിയേഴ്സിൽ ലോ സ്പീഡിലും പോകാനും പറ്റും. പക്ഷേ ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അങ്ങനെ പോകാനായിട്ട്. കാരണം അത് നിങ്ങളുടെ എഞ്ചിൻ്റെ ക്രാങ്ക് ബിയറിങ്ങിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. സോ ഓവറായിട്ട് ഭയങ്കര സ്ലോ സ്പീഡിൽ ഹൈ ഗിയറിലൊന്നും പോകാണ്ടിരിക്കാൻ നോക്കുക. ഒരു ആവറേജ് സ്പീഡൊക്കെ പിടിച്ച് പോവുക ഓരോ ഗിയറിലും. ആൻഡ് ഞാൻ പറഞ്ഞു മൈലേജ് എനിക്ക് 75+ കിട്ടുന്നുണ്ട്. ഐ എം നോട്ട് കിഡിങ്, ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, ശരിക്കും എനിക്ക് 75+ ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ടാങ്ക് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 9 liters ആണ്. എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമുക്കൊരു 400+ ടാങ്ക് റേഞ്ച് കിട്ടും ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ. റൈഡിംഗ് പോസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു ചെയറിലിരിക്കുന്ന ഫീലാണ് ലിറ്ററലി എനിക്ക്. ആൻഡ് നിങ്ങളിൽ പലരും ചോദിക്കുക എന്തുകൊണ്ടാണ് ഒരു EV മേടിക്കാണ്ട് സ്റ്റിൽ ഈ ഒരു ബൈക്ക് തന്നെ മേടിച്ചത്, ഒരു IC എഞ്ചിൻ മേടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മേ ബി അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ആക്ച്വലി ക്ലച്ച് പിടിച്ച് ഗിയർ ഇട്ട് പെട്രോളൊക്കെ അടിച്ച് പോകുന്ന വണ്ടിയാണ് കൂടുതൽ താല്പര്യം. മാക്സിമം നമുക്ക് ഇനി ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരു 10 to 15 years ഒക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ഹോണ്ട ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ 2040 ശേഷം ആക്ച്വലി IC എഞ്ചിൻസ് ബൈക്കിൽ കൊണ്ടുവരില്ല. ദേ വിൽ കംപ്ലീറ്റ്ലി ടേൺ ഇൻ ടു EV. ആൻഡ് എൻ്റെ ഒരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ EVs ഒക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആവാനുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു IC എഞ്ചിൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് R&D ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് ഇപ്പോഴത്തെ IC എഞ്ചിൻസ് ഒക്കെ ഇരിക്കുന്നത്. സോ അതുപോലെയൊക്കെ വരാനായിട്ട് EVസിന് ഒരുപാട് ടൈം എടുക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ EV സ്കൂട്ടേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ട് മാക്സിമം ഒരു 5 years ഒക്കെ ആവുന്നുള്ളൂ. സോ ഒരുപാട് ഇനി ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ഇതിലും ബെറ്റർ റേഞ്ചും ഒക്കെ ആയിട്ട് ഇതിലും ബെറ്റർ പവറുമായിട്ട് EVs ഒക്കെ വരും. സോ ആ ഒരു ടൈമിൽ EVനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫ്ലാറ്റ് ബെഡിൽ പോയി കാണുന്നത് ഓല S1 പ്രോയും ഒക്കെയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ EVs ഒക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആവാനുണ്ട്. എല്ലാ ബൈക്കിനെയും ഞാൻ കുറ്റം പറയുന്നതല്ല. EVs ആർ ആക്ച്വലി ഫൺ. Ather 450X ഒക്കെ ഭയങ്കര അടിപൊളിയാണ് ഓടിക്കാനൊക്കെ. അതിൻ്റെ റാപ്പ് മോഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്, ഭയങ്കര ഫണ്ണാണ് ഓടിക്കാൻ. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1.8 lakhs വരും. അതായത് ഇതിനെക്കാട്ടിലും ലിറ്ററലി 1 lakh കൂടുതലാണ് ആ ഒരു ബൈക്ക് മേടിക്കാനായിട്ട്, ആ ഒരു സ്കൂട്ടർ മേടിക്കാനായിട്ട്. സോ എന്തുകൊണ്ടും എനിക്കിത് ബെറ്റർ ആയിട്ട് തോന്നി. ഇത്രയും മൈലേജ് ഉണ്ട്, പിന്നെ സർവീസ് ചീപ്പാണ്. ഇപ്പോൾ ഇലക്ട്രിക് ബൈക്കിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലവും അതിൻ്റെ സർവീസാണ്. ബാറ്ററി റീപ്ലേസ്മെൻറ്റൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആൻഡ് EVs ഒക്കെ കുറച്ചുകൂടെ റിഫൈൻഡ് ആവണം എന്ന് ഞാൻ പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം റോഡിൽ, അതായത് ഈ റോഡിലൊരു 2 kilometers അപ്പുറം ഞാൻ ഒരു ഓല S1 Pro കത്തുന്നത് കണ്ടിട്ടുണ്ട്. ലിറ്ററലി ഞാൻ കത്തുന്നത് കണ്ടിട്ടുണ്ട് ഇതേപോലെ സൈഡിൽ നിന്നിട്ട്. ഈ റോഡിലാണത്. സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കൊരു വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു ബൈക്ക് ഓടിച്ച് പോകാന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ ഒരു മൈൻഡിൽ ഐ സ്റ്റിൽ പ്രിഫർ IC എഞ്ചിൻസ് ഓവർ എനി ഇലക്ട്രിക്. ഇനിയും നമുക്ക് ഓടിക്കാൻ സമയമുണ്ടല്ലോ, EVs ഒക്കെ ഇനിയും ഓടിക്കാം. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് എറയിലാണ് നിൽക്കുന്നത്. സോ മാക്സിമം എൻജോയ് ചെയ്യുക ഇങ്ങനത്തെ വണ്ടികൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബൈക്ക് മേടിച്ചത്. എസ്പെഷ്യലി സർവീസും മൈലേജും പിന്നെ ഹോണ്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് റിലയബിലിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല.
ഈ വണ്ടി എങ്ങനെ വേണം ഓടും, എത്ര കിലോമീറ്റർ യാതൊരു പ്രശ്നമില്ലാതെ ഓടും. ആൻഡ് ഒരേ ഒരു പ്രശ്നവുമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ആണ്. ഈ ഒരു ബൈക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും എടുത്ത് ഓടിക്കുന്ന ഒരു ബൈക്കാണ്. സോ ഹെഡ്ലൈറ്റ് ആക്ച്വലി ഭയങ്കര ഷോ ആണ്. ഹാലജൻ സെറ്റപ്പാണ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ കണക്കാണ്, എവിടെയൊക്കെയാണ് ലൈറ്റ് അടിക്കുന്നത്. സോ ഹെഡ്ലൈറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബൈക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓടിക്കാനായിട്ട്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. റിവ്യൂ എന്ന് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ജസ്റ്റ് ഒബ്സർവേഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻസ് ഒക്കെ ഒന്ന് താഴെ എഴുതിയാൽ കൊള്ളാമായിരുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. സോ അണ്ടിൽ ദാൻ ബൈ ബൈ. സോ എന്തായാലും നമ്മളിന്ന് ഹൈവേ വരെ വന്നതല്ലേ, നമുക്കൊരു ടോപ്പ് സ്പീഡ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ബൈക്കിൻ്റെ എത്രത്തോളം ടോപ്പ് സ്പീഡ് കയറുമെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. So yeah, first gear.